പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ. അപ്പോളേ വണിക്കടിച്ച നമ്മളെ ചാനലിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ മുത്തുമണിക്കും ഒരുപാട് നന്ദി കേട്ടോ. ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയാണ്. കൂട്ടത്തിൽ ഇന്നത്തെ ഓട്ടം എന്ന് പറഞ്ഞാൽ മഞ്ചേരി ക്രിസ്റ്റൽ വെള്ള കമ്പനീൻ്റെ ഓട്ടമാണ്. അവിടെ മാമ്പുഴ പ്രൊഡക്ഷൻ കമ്പനി തയ്യാറാക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലോഡ് കയറ്റി പോകണം കേട്ടോ. മഞ്ചേരി ക്രിസ്റ്റലിൻ്റെ ലോഡാണ് മാമ്പൂസിൻ്റെ വെള്ളം. അപ്പോൾ ഇത് നമ്മൾ കൊയിലാണ്ടിക്കാണ് പോകുന്നത് സാധനം. കൊയിലാണ്ടി കൊണ്ട് ഇറക്കിയിട്ട് വരണം. ചെറിയ ലോഡുള്ളൂ, വലിയ ലോഡൊന്നുമില്ല. വലിയ ലോഡ് ഉണ്ടായാലുണ്ട്. പക്ഷേ ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഓട്ടം കിട്ടുന്നത്. കഴിഞ്ഞ വർഷവും ഇതിൻ്റെ മേലത്തെ വർഷമൊക്കെ നമുക്ക് ഒരുപാട് ഓട്ടം കിട്ടിയതാണ്. ഈ വർഷം കാലാവസ്ഥയാണ് വില്ലൻ, വേറെ ഒന്നുമല്ല. കാരണം മഴ കാരണം എല്ലായിടത്തും വെള്ളം അധികം ഉണ്ടായതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷനും കമ്മിയാണ്, നമുക്കൊക്കെ ഓട്ടം കുറവാണ്. അങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് വരാം. ഓക്കെ. അപ്പോളേ ഇന്നത്തെ ദിവസം ഫ്രൂട്ടും കച്ചവടമൊക്കെ മാറ്റി വെച്ച് നമ്മളെ കഴിഞ്ഞ വർഷം നമ്മൾ ഓടിയിരുന്ന വെള്ള കമ്പനീൻ്റെ വെള്ളത്തിൻ്റെ ഓട്ടത്തിലാണ്. ഈ വർഷം മഴയൊക്കെ ആയിട്ട് വെള്ളത്തിൻ്റെ ഓട്ടം വളരെ കുറവായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബോസ് വിളിച്ചിട്ട് ട്രിപ്പ് എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. മഞ്ചേരി ക്രിസ്റ്റൽ കമ്പനിയാണ് കേട്ടോ. വെള്ളം പ്രൊഡക്ഷൻ ചെയ്യുന്നത് മാമ്പുഴ. അപ്പോൾ ഇതിൻ്റെ ഓട്ടത്തിലാണ് നമ്മളിന്ന് കൊയിലാണ്ടി. അപ്പോൾ ഇത് ഞങ്ങളവിടെ കൊണ്ടേ ഇറക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ബായി ഒറ്റക്കുള്ളൂ. അപ്പോൾ ബായിനെ ഞാനും ബാവയൊക്കെ ഹെൽപ്പ് ചെയ്തു, ലോഡാക്കി നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് മുറുക്കി പോവാണ്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ വാവച്ചുണ്ട്. വാവ വെള്ള കമ്പനീൻ്റെ ഓട്ടത്തിൽ മാവേണ് ഇടുന്നത്. വാവ കച്ചവടത്തിലൊക്കെ ഇറക്കി സജീവമാകലുണ്ട്. അപ്പം നമ്മളെ വെള്ളം കൊണ്ടുവരാനും കൂടി വെള്ളത്തിൻ്റെ ഓട്ടത്തിലും കൂടി വന്ന് കയറിയിട്ടുണ്ട്. വെറുതെ രസം, ചുമ്മാ ഒരു കറക്കം, ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താ വെച്ചാൽ വാവ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കല്ല. അപ്പോൾ വാവക്കൊരു താല്പര്യം ചുമ്മാ വണ്ടി ഒന്ന് കറങ്ങാനും അപ്പോൾ ജോളിയായിട്ട് ഇങ്ങനെ ഒരു യാത്ര, അതൊക്കെ രസമാണല്ലോ. പ്രവാസികൾ നാട്ടിൽ വന്നിട്ട് വർഷങ്ങൾക്ക് ശേഷമൊക്കെ നാട്ടിൽ വന്നിട്ട് ചുമ്മാ വീട്ടിൽ ചടഞ്ഞിരിക്കുമ്പോഴേ ഒരു ബോറാണല്ലോ. അപ്പോൾ വാവ ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നേക്കിൽ വണ്ടി കയറി കുടിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വാവ കിടന്നുറങ്ങിക്കോ, റെസ്റ്റ് എടുത്തോന്നൊക്കെ പറഞ്ഞു. വാവ പറഞ്ഞു ഇല്ല ഞാനും പോരാന്ന് പറഞ്ഞു. അപ്പം ശരി കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ചുമ്മാ വീട്ടിൽ ബോറടിച്ച് വാവയ്ക്ക് ഇരിക്കും വേണ്ടല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് യാത്രയൊക്കെ ചെയ്ത് വാവ ഒരു സ്പീക്കറൊക്കെ ഉണ്ട്, പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിരസകരമായ യാത്ര, ജോളി. ലോഡാണ് വണ്ടിയിൽ, ചുമ്മാ ഒരു ജോളി. രസമല്ലേ അല്ലേ? പാപ്പി മക്കളൊക്കെ ഒരുമിച്ച് പുറത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വണ്ടി ഓട്ടത്തിലാണെങ്കിലും യാത്രയാണെങ്കിലും ഒക്കെ രസമാണല്ലോ. ഞങ്ങളങ്ങനെയാണ്, കമ്പനി വൈസാണ്, അത്രേ ഉള്ളൂ. എല്ലാത്തിലും ഹാപ്പിനെസ് കണ്ടെത്തുക. അത് വാപ്പയായാലും മക്കളായാലും മകളായാലും വാപ്പയായാലും ഉമ്മയായാലും മകനായാലും ഒക്കെ എല്ലാത്തിലും ഹാപ്പിനെസ് കണ്ടെത്തുക. അതാണ് ലൈഫ്. നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതുപോലെ ജോളിയായിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഉറക്കത്തിനുണ്ടായിരുന്നു. അപ്പം ചായ കുടിക്കാതെ കരുതി. ചായ പെണ്ണ്, ചിക്കൻ പെണ്ണുണ്ട്. വാവ ഒരു കോഫി കുടിക്കുന്നു, ഞാൻ ചായ കുടിക്കുന്നു. താമരശ്ശേരി എത്താറായിട്ട് കേട്ടോ, കുറഞ്ഞ ദൂരമുള്ളൂ. കൊയിലാണ്ടി പോകണം, ലോഡ് ഇറക്കണം. ബാലുശ്ശേരി ഇറക്കിയിട്ട് വേണം കൊയിലാണ്ടി പോകാൻ. കുറച്ച് ലോഡ്, ചെറിയ ലോഡുള്ളൂ. കുറേ നാളിന് ശേഷമാണ് നമുക്കിന്ന് ക്രിസ്റ്റലിൻ്റെ ഓട്ടം. ഏതായാലും ചായ കുടിക്കാം. ചായ എന്താ മട്ടൻ. അങ്ങനെ ഇതാ നമ്മൾ ഗോകുലം കൺവെൻഷൻ സെൻറ്ററിലെത്തിയിട്ടുണ്ട് ഗേസ്. അപ്പോൾ നമ്മൾ വാവയുടെ ഷീറ്റൊക്കെ അയക്കുന്നുണ്ട്. വെള്ളം ഇവിടെ ഇറക്കണം, കുറച്ച് പകുതി ഒരു 75 കേസ് ഇവിടെ ഇറക്കണം. പിന്നെ നമുക്ക് പോകേണ്ടത് കൊയിലാണ്ടി. ഇത് ബാലുശ്ശേരി കേട്ടോ അപ്പോൾ ഉള്ളത്. ബാലുശ്ശേരി ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ അപ്പോൾ
അപ്പോൾ നമ്മളിവിടെ ഇറക്കിയിട്ട് നേരെ വിടും. അങ്ങനെ കൺവെൻഷൻ സെൻറ്ററിൽ വെള്ളം ഇറക്കാൻ വേണ്ടി തയ്യാറെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേരുകൾ വെള്ളം കുറക്കും. അപ്പോൾ നമ്മളതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി ചുമ്മാ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഗോകുലം കൺവെൻഷൻ സെൻറ്ററാണ്, എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാലോ. സത്യം പറയാലോ, ഞാൻ ഒരുപാട് ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ട്. കോഴിക്കോടാവട്ടെ തൃശ്ശൂരാവട്ടെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഒത്തിരി സംഗതികൾ. പക്ഷെ ഇതൊരു വേറെ വൈബാട്ടോ. ഇവിടെ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഫുൾ AC സെറ്റപ്പ്. തലശ്ശേരിക്കാരാണ് അവിടെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് മൊത്തം ഒന്ന് വീക്ഷിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നല്ല കാഴ്ചകൾ, നല്ല തട്ടായിട്ടുള്ള നല്ല സൈറ്റ്, അടിപൊളി സെറ്റപ്പിൽ പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ ഭയങ്കര സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഗോകുലം ചാത്തു മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ. ഞായറാഴ്ച അവിടെയൊക്കെ ഒഴിവാണ്. ഭയങ്കര രസമാണ് കാണാം അവിടെ. നല്ലൊരു കോളേജും കാര്യങ്ങളും. ഇപ്പോൾ നമ്മളവിടെ സെക്യൂരിറ്റിനോടൊക്കെ അന്വേഷിച്ചപ്പോൾ കോളേജാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പരിസരത്തൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് നായ്ക്കളൊക്കെ ഇങ്ങനെ കറങ്ങി കിടക്കുന്നുണ്ട്. നമ്മളെ കണ്ടപ്പോൾ കുരച്ച് ചാടാൻ വന്ന് നമ്മൾ എല്ലായിടത്തും പോകുന്നു കേട്ടോ. കാരണം നമ്മളങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അവിടെ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഒന്ന് കയറി കണ്ടെന്ന് മാത്രം. കാരണം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാമല്ലോ. ഭയങ്കര രസമാട്ടോ അവിടെ കാണാനേ. നല്ല സെറ്റപ്പ് സംഭവമാണ്. ഏതായാലും കോളേജൊക്കെ അടിപൊളിയാന്ന് തോന്നി കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഗോകുലത്തിൻ്റെ അവിടെ വെള്ളമൊക്കെ ഇറക്കിയിട്ടേ നേരെ അടുത്ത സൈറ്റിലേക്ക് പോവാണ്, കൊയിലാണ്ടിലേക്ക്. അപ്പോൾ നല്ല കണിയങ്കോട് പാലം, അപ്പുഴ, അതല്ലാത്തൊരു കാഴ്ച, രസമാണ് കാണാനൊക്കെ. വിശാലമഴ പുഴയും ഒരു അടിച്ചപൊളി പാലവും. ഈ പാലം കടന്ന് ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. നല്ല മരങ്ങളൊക്കെ നിറഞ്ഞിട്ട് ഒരു ഓപ്പൺ ഹൈവേയിൽ നിന്ന് ഒരു മരക്കുടിലേക്ക് ഇങ്ങനെ ചെന്ന് കയറുന്ന ഒരു സീനാണ്. നല്ല രസമാണ് കാണാം. ഫോറസ്റ്റ് മാറ്റി തോന്നും. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ട് കേട്ടോ നമ്മുടെ അടുത്ത സൈറ്റിൽ. അപ്പോൾ ഇനിയൊരു സീൻ കണ്ടോളൂ കേട്ടോ. വാവയാണത് വണ്ടിയിൽ നിന്ന് ലോഡിറക്കാൻ സഹായിക്കുന്നുണ്ടോ. കാരണം ഞാനിതുപോലൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ വാവ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ, അപ്പോൾ അതുപോലൊക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകണം എന്നുള്ളത് വിചാരിച്ച് ഞാൻ വാവക്കൊരു പണി കൊടുത്തു ഗെയ്സ്, അടിപൊളിയായിട്ട്. അപ്പോൾ എനിക്കിതുപോലെ എപ്പോഴും പണി കിട്ടലുണ്ടേ. ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇറക്കാൻ ആളുണ്ടാവുക. ഞാൻ ഒറ്റക്കല്ലോടെ ഇറക്കി 250 ബോക്സൊക്കെ ഒറ്റയ്ക്ക് അപ്പുറം ബോഡി സൈഡ് തുറന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും പല സൈറ്റിലും ചെന്നിട്ട്. പക്ഷേ ഇവിടെയൊക്കെ ആളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ കൂടിയില്ലെങ്കിൽ അവരെ ഇറക്കും. പക്ഷേ നമ്മൾ പെട്ടെന്ന് നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ സഹായിച്ചു കൊടുക്കും, പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ലൊരു അടിപൊളി പന്തലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അത് തലശ്ശേരി. അപ്പോൾ നമ്മൾ ലോഡെല്ലാം ഇറക്കി തിരിച്ചു പോരാ കേട്ടോ. നമുക്ക് ഇതുപോലെ നല്ല പണി കിട്ടാറുണ്ട് പല സ്ഥലത്തും ചെന്ന് കഴിഞ്ഞാൽ. നമ്മൾ സ്വയം ഇറക്കേണ്ട ഘട്ടങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇവിടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിലൊക്കെ. അതുകൊണ്ട് വലിയ സീനായില്ല. പലപ്പോഴും ഞാൻ ഒറ്റക്കിട്ട് പണി കിട്ടിയിട്ടുണ്ട് എനിക്ക് കേട്ടോ. പലപ്പോഴും ഞാൻ ഒരുപാട് ഒറ്റയ്ക്ക് ലോഡ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പോൾ വാവ എന്താ എപ്പോഴും എൻ്റെ കൂടെ. വാക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ലീവിന് വന്നിട്ട് വാപ്പാൻ്റെ ഒപ്പം കറങ്ങി നടക്കുകയാണോ. എന്നോട് ചില ആൾക്കാർ ചോദിക്കില്ല, ഇതെന്ത് ചെറുക്കിന് റെസ്റ്റൊന്നും കൊടുക്കലില്ല എന്ന് ചോദിക്കുന്നുണ്ട്. മാങ്ങേറ്റൊക്കെ പോകുമ്പോഴേ, മാങ്ങ കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ അവിടൊക്കെ പോലല്ലോ. അപ്പം ഞാൻ വലിച്ചു പിടിച്ചുകൊണ്ടുകൊണ്ട് ആവശ്യമൊന്നുമില്ല. വാവക്ക് സ്വഷ്ടത്തിന് പോകാനല്ലേ. അപ്പോൾ ഓരോരുത്തർ ചോദിക്കലുണ്ട്, എന്തിനാ പോലെ ഇങ്ങനെ ഇടങ്ങാറേജ് കൊണ്ടുപോകണം, ലീവ് നന്നല്ലേ, ഓന് നാട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കേണ്ട ആളല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട് നമ്മൾ. അപ്പോൾ അവരോടൊക്കെ പറയുള്ളതാണ്, ഞങ്ങൾ വെറുതെ അങ്ങനെ രസത്തിന് പോകണം, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതെന്താ കഴിച്ച്? ഓ വാവ ബ്രെഡും ബീഫും കഴിച്ചു. നമ്മൾ ഇവിടെ വെറും ചോറൊന്നും കിട്ടിയില്ല. ഇവിടെ ഈ ഹോട്ടലിൽ കയറി വാവ വീട്ടിൽ നിന്ന് കൊടുത്ത ഭക്ഷണമാണ്. ഞാനവിടെ ഹോട്ടലിൽ കയറി നെയ്ച്ചോറും ചിക്കൻ പീസും കഴിച്ചു. 150 ഉറുപ്പിക കേട്ടോ. നല്ല അടിപൊളി നെയ്ച്ചോറും നല്ല അടിപൊളി പീസും, നല്ല വൃത്തിയുണ്ട്, നല്ല സെറ്റപ്പ് ഭക്ഷണമുണ്ട്, കുഴപ്പമില്ല. നല്ല വൃത്തിയാണ് മെയിൻ അവിടെ കണ്ടത്. ഈ ടൂറിസ്റ്റുകൾ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ടേ, ബസ്സും ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ നിർത്തുന്ന സ്ഥലമായതുകൊണ്ട് ഭക്ഷണമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അവിടെ. അത് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞപ്പോൾ അത് പൈസയൊക്കെ ഉള്ളൂ കേട്ടോ. സൂപ്പർ ഭക്ഷണമാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, വെറുതെ പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിച്ചു വിടുന്ന്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വിടുകയാണ്. 4 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തണം. 4-4:30 ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കാം. പകുതി ദൂരമല്ലായിട്ടുള്ളൂ. 10-50 കിലോമീറ്റർ ഇനിയും പോകാണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. അപ്പോൾ ഞാൻ കഴിച്ച നെയ്ച്ചോറും ചിക്കൻ പീസ് ഇതാണ് കേട്ടോ. നല്ല അടിച്ചാപ്പൊളി നെയ്ച്ചോറും ചിക്കൻ പീസ്.
അപ്പോൾ മുത്തുകളിലെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അടിപൊളി സെറ്റപ്പ്. അപ്പോൾ ഓക്കെ, ബൈ.